അതെ, ഇല്ലിക്കക്കല്ലിലേക്കാണ് നമ്മുടെ ഒരുപാട് നാളായിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു യാത്ര പോകാമെന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായി രാവിലെ തന്നെ ഇല്ലിക്കക്കല്ലിലേക്ക് പുറപ്പെട്ടു. ഓരോരുത്തരെയും പിന്നീട് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്ക് ഞങ്ങൾ ഒരു 8 പേരുണ്ടായിരുന്നു. ഇനി ഇതേ ഈ കിടക്കുന്ന ജീപ്പിലാണ് നമ്മുടെ യാത്ര. നമ്മൾ പോയ വണ്ടി ഇതിന് നേരെ താഴെ നിർത്തിയിട്ട് അവരുടെ ജീപ്പിൽ വേണം നമ്മൾ മേലോട്ട് കയറാൻ. അതിന് പ്രത്യേകം ഫീസുണ്ട്. ഇവിടെ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ കാണും. അവസാനം നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഇനി ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിനി അവിടുന്ന് നടന്നു വേണം മേലോട്ട് കയറാൻ. ഇനിയാണ് ടാസ്ക്. ഓരോരുത്തർ ഇറങ്ങുകയാണ്. അതുപോലെ ആദ്യമേ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞില്ലേ, എല്ലാവരും കേരളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ്. ഒരു ദിവസം ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്താണ്ട് ഈ കൈ പൊക്കി കാണിക്കുന്നതാണ് ശ്രുതീഷ് ചേർത്തല. അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റായിട്ട് പോയിട്ടുണ്ട്. ഇനിയും എപ്പോഴാണോ വരുന്നതെന്ന് ആർക്കും അറിയില്ല. ഇവിടെ നിന്ന് നമുക്കിനി മേലോട്ട് നടക്കാം. സമുദ്ര ജലനിരപ്പിൽ നിന്നും 4000 അടി മുകളിലാണ് ഈ ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മല കയറാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. ഇനി വേഗം നമുക്ക് ഇല്ലിക്കൽ കല്ല് ലക്ഷ്യമാക്കി നടക്കണം. ഇവിടെയൊക്കെ അസാധ്യമായ വ്യൂ പോയിന്റുകളാണ് ഉള്ളത്. അടിപൊളി, ഒരു രക്ഷയില്ല. ഓരോ തമാശയും പാട്ടുകളൊക്കെ പാടിപ്പോയതൊക്കെ ഞങ്ങൾ നമ്മുടെ ഇല്ലിക്കൽ കല്ല് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴാണ് ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടത്. വളരെ മനോഹരമാണ്. പിന്നെ ഇവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വരെ കയറിയത്. പിന്നെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഓരോരോ ഫോട്ടോസ് വെച്ച് ഓരോരുത്തരും വെച്ചെടുത്തു. ഇതിപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജനീഷ് കാഴ്ച കണ്ടത്. ഞങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി അത് കണ്ടുപിടിച്ചു. ഇതാ കണ്ടു നോക്കും. സത്യം പറഞ്ഞ് ഞങ്ങളാരും കണ്ടില്ല കേട്ടോ. ജനീഷ് ഏട്ടൻ അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെയും കൂടെ കാണിക്കണം എന്ന് തോന്നി. ഇതാ കണ്ടു നോക്കൂ. അവിടെ നിന്ന് കുറേ പേര് നടന്നു വരുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ണിൽ ശരിക്കും കാണില്ല. ഇവരിത് ഇതുവഴി കയറിയെന്നോ എങ്ങോട്ടാണ് ഇറങ്ങി വരുന്നതെന്നോ ഒന്നും അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. എന്നാലും ഈ ഫോണിൻ്റെ ക്യാമറ സംഭവിച്ചപ്പെടുത്തുള്ളൂ. നമ്മുടെ കണ്ണിന് കാണാത്തത് അത്രയും അടുത്ത് നിന്ന് നമ്മളെ കാണിച്ചത് നമ്മുടെ S24. ഇത് ഒരിക്കലും ഒരു ക്യാമറ പ്രൊമോഷൻ അല്ല കേട്ടോ. ഇപ്പോൾ നോക്കി, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തി. ഇതാണ് ഇല്ലിക്കൽ കല്ല്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി മുകളിലാണ് ഈ ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ കയറ്റവും ഇറക്കവും ഭയങ്കര പാടാണ്. താഴെ നിന്ന് നമ്മൾ നേരെ കുത്തനെ വേണം കയറാൻ. അവിടെ നല്ലൊരു റോഡൊന്നുമില്ല. അവിടെ കുറേ കല്ലുകളുണ്ട്. ആ കല്ലെ ചവിട്ടി വേണം നമുക്ക് മേലോട്ട് കയറാൻ. അങ്ങനെ അവസാനം നമ്മൾ താഴെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വന്നു. അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഈ വണ്ടിയിൽ നമ്മൾ താഴെ ചെന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ. താഴെ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഡ്രൈവറിൻ്റെ സ്ഥാനം നമ്മൾ സുധീഷേട്ടൻ നിങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് യാത്രയായി. ഇതാണ് മർമല അരുവി. അടിപൊളി ഒരു വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ. കണ്ടു നോക്കൂ. അധികം അങ്ങനെ ആർക്കും അറിയാൻ പറ്റാത്തൊരു വാട്ടർഫോൾസാണ് മർമല അരുവി. ഇവിടെ പോയിട്ടുള്ളവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അധികം ആരും ഇവിടെ പോകാൻ ചാൻസ് ഇല്ല. കാരണം കുറച്ച് ഹൈഡായിട്ടാണ് ഈ ഒരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയി കുളിക്കാമെന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ വെള്ളം കൂടുതൽ കാരണം നമുക്ക് അവിടെ ഇറങ്ങാനുള്ള അനുമതി ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ. അങ്ങനെ അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് ഇവിടെ നിന്നും. അപ്പോഴേക്കും നേരം സന്ധ്യയായി. ഇനി എപ്പോൾ ആ സ്പോട്ടിലെത്തും എന്ന് അറിയില്ല. എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്നും പതുക്കെ നീങ്ങി നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ഏകദേശം ഒരു 6 മണിയായപ്പോൾ നമ്മുടെ വാഗമൺ മുട്ടക്കുന്നിലെത്തി. ഇവിടെ എല്ലാ പ്രാവശ്യം വരാറുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് സ്പോട്ട് വാഗമണ്ണാക്കിയത്. വാഗമണിനെ കുറിച്ച് നെക്സ്റ്റ് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നത് കാരണമാണ് ഇതിവിടെ കട്ട് ചെയ്യുന്നത്. വേറൊരു വ്ലോഗുമായിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.